എവറിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ് ടുഡേ. ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് കേൾക്കാം. ഇന്ന് നമ്മൾ രണ്ടാമത്തെ സീരീസിലേക്ക് വിക്ടറി ഫൗണ്ടേഷൻ അഥവാ ജയത്തിൻ്റെ അടിസ്ഥാനം തുടങ്ങുന്നത്, അല്ല അതിൻ്റെ സത്യം, ദ ട്രൂത്ത് ഓഫ് വിക്ടറി, നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ സീരീസിലേക്ക് വരുവാണ്. കൊലോസ്യ ലേഖനം 2:14. കൊലോസ്യ ലേഖനം 2:14. ചട്ടങ്ങളാലും നമുക്കെതിരെ ആയിരുന്നതും പ്രതികൂലമായിരുന്നതുമായ കടങ്ങളെ ചീട്ട് മായിച്ചു കളയുകയും അതിനെ അവൻ ക്രൂശിൽ തറച്ച് നമ്മുടെ മധ്യത്തിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്തു. പിശാച് കുരുക്കി വെച്ചിരിക്കുന്നതെല്ലാം യേശു എടുത്തു മാറ്റി. ക്രൂശിൽ യേശു പിശാചിനെ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ, മനുഷ്യനെതിരെ പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ നിയമങ്ങളെയും, എഴുതി വെച്ചിരിക്കുന്ന എല്ലാ നിയമങ്ങളെയും യേശു മായ്ച്ചു കളഞ്ഞു. ഈ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുമെങ്കിൽ, അത് വിശ്വസിച്ചിട്ട് നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുമെങ്കിൽ, പ്രാർത്ഥനയിൽ എഴുന്നേൽക്കുമെങ്കിൽ, ആമേൻ, പിശാച് ഒരുക്കി വെച്ച ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം നമുക്കെതിരെ കയ്യെഴുത്തായി വെച്ചിരിക്കുന്ന എല്ലാം ദൈവം ക്രൂശിൽ മായ്ച്ചു കളയും. ഹല്ലേലൂയ. ചീട്ട് മായ്ച്ചു കളയും. അതിനെ അവൻ ക്രൂശിൽ തറച്ച് നമ്മുടെ മധ്യത്തിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ഇനി അങ്ങനെയുള്ളൊരു സംഭവം പിശാചിന് ഇനിയും വാദിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം ദൈവം അതെടുത്ത് നീക്കിക്കളഞ്ഞു. ഇനി നമ്മളെപ്പറ്റി കുറ്റം പറയുവാനും കുറ്റപ്പെടുത്തുവാനും ഒക്കെ പിശാച് ഒരുങ്ങിയാൽ, അതിന്റെ ഏജന്റിനെ വിട്ട് നമുക്ക് എതിരെ നിന്ന് ഈ ഭൂമിയിൽ ഒത്തിരി പേരെ പറ്റി കുറ്റം പറയുന്നവരുണ്ട്, കുറ്റം ചുമത്തുന്നവരുണ്ട്, കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ആ കുറ്റബോധം അകത്തു വരുന്നത് തന്നെ പാപമാണ്. കുറ്റബോധം അകത്തു വന്നു കഴിഞ്ഞാൽ, ആമേൻ, കർത്താവിന്റെ സന്നിധിയിൽ നീക്കിക്കളഞ്ഞതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം ഒരു പ്രാവശ്യം തുടച്ചു മാറ്റിയത്, ദൈവം ഒരു പ്രാവശ്യം നമ്മുടെ നടുവിൽ നിന്ന് എടുത്തു കളഞ്ഞതിനെ, ആമേൻ, പിശാചിന് വീണ്ടും കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിനകത്ത് കുറ്റബോധം പെട്ടെന്ന് കുറ്റം ചെയ്തതുപോലെ ആക്കി തീർക്കുന്ന ഒരു പ്രവണത കൊണ്ടുവരുന്നതിനെ അത് നമ്മുടെ മനസ്സിനകത്തുനിന്ന് എടുത്തു മാറ്റിയിട്ട് വിശ്വസിക്കണം. ചട്ടങ്ങളാലും നമുക്കെതിരെ പ്രതികൂലമായിരുന്നതുമായ കടങ്ങളും ചീട്ട് മായ്ച്ചു കളയുകയും അതിനെ അവൻ ക്രൂശിൽ തറച്ച് നമ്മുടെ മധ്യത്തിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്തു. ഇത് വിശ്വസിക്കുക, ഉറപ്പോടെ വിശ്വസിക്കുക. പിശാച് എന്തെല്ലാം പ്ലാനുകൾ കൊണ്ടുവന്നാലും പദ്ധതികൾ കൊണ്ടുവന്നാലും സമ്മതിച്ചു കൊടുക്കരുത്. അതിനെല്ലാം കർത്താവ് ക്രൂശിൽ തകർത്ത് കളഞ്ഞതാ. പിശാച് ഒരുക്കി വെച്ച ചീട്ടെല്ലാം ദൈവം തുടച്ചു മായ്ച്ചു കളഞ്ഞതാ. ഇനിയും നമ്മൾ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമായിരിക്കുക. ഇൻ ക്രൈസ്റ്റ് വി ആർ ഫ്രീ. ഇനിയും ഒരിക്കലും കുറ്റബോധത്താൽ പ്രയാസപ്പെടേണ്ട. ആ കുറ്റബോധങ്ങളെല്ലാം കർത്താവ് മായ്ച്ചു കളഞ്ഞതാ. ഇനിയും സ്വാതന്ത്ര്യത്തിൽ, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ നമുക്ക് നടക്കാം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ കേൾക്കപ്പെട്ട ആ സത്യം തിരിച്ചറിയും, ആ സത്യം അവരെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.